ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായം മുഴുവൻ വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെയും കുറവുകളെയും എങ്ങനെ ആത്മീയമായി കൈകാര്യം ചെയ്തുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളും ബലഹീനതകളും നമ്മളെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നമ്മളിൽ അനേകം പേര് അസ്വസ്ഥരാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും ആത്മീയമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. തിരുവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൃത്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതയുടെ വശം വരുന്നത്, അപ്പോഴാണ് നമ്മുടെ ശക്തി പ്രകടമാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദൈവിക രഹസ്യമാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ സമയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊക്കെ പലതവണ വായിച്ച് പഠിച്ചിട്ടുള്ള തിരുവചനമായിരിക്കാം. അതായത്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന വചനം. നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബലഹീനതയുടെ നിമിഷം എന്തു ചെയ്യണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ശക്തിയെ ആശ്രയിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ 1-2 കൊച്ചു അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ വിഷയം മനസ്സിലാകുന്നതിന് അത് ഉപകാരപ്രദമാവും. ഒരു ചെറുപ്പക്കാരൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പ് എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ്, പക്ഷേ ഒരു കൊച്ചു ദുഃഖം എന്നെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താണ് നിൻ്റെ കൊച്ചു ദുഃഖം? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷേ എൻ്റെ ഇന്നലകളിലെ ജീവിതം, എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ എന്നെ പുറകോട്ട് വലിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അച്ഛാ, വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അച്ഛാ, ഒരു ആത്മവിശ്വാസം ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറുപ്പക്കാരൻ്റെ മാത്രം അനുഭവമായിട്ട് മാറ്റിവെക്കണ്ട. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ അനുദിന ജീവിതത്തിലെ സംഭവമല്ലേ. വിശുദ്ധ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വിശുദ്ധമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ പുറകോട്ട് വലിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇന്നലകളിലെ ജീവിതം. കുറേയധികം കുറവുകളും പാപങ്ങളും ബലഹീനതകളും നമ്മളെ പുറകോട്ട് വലിക്കും, നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയും. ഒരു കന്യാസ്ത്രീ, ഒരു ജൂനിയർ കന്യാസ്ത്രീയാണ്, ധ്യാനകേന്ദ്രത്തിൽ വന്നത് വളരെ ഭാരപ്പെട്ടുകൊണ്ടാണ്.
എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ എനിക്കിനി ഒരു സന്യാസിനിയായിട്ട് തുടരാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അതായത് അച്ഛാ, എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു നല്ല സന്യാസിനിയായി ജീവിക്കാൻ പറ്റുമോ എന്ന് വലിയ ഉത്കണ്ഠ, ആകുലത. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷേ വിശുദ്ധരുടെയൊക്കെ ജീവിതം വായിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധിയുടെ അത്ര എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വലിയ ഉത്കണ്ഠ. ഒരു സെമിനാരിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സെമിനാരിക്കാരൻ അവൻ എന്നോട് ഇങ്ങനെ പറയുക, അച്ഛാ നല്ലൊരു പുരോഹിതനായി തീരാനാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ എപ്പോഴും എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ. നിനക്കൊരു നല്ല പുരോഹിതനാകാൻ പറ്റില്ല, നിൻ്റെ കുടുംബം ഇങ്ങനെയല്ലേ, നിൻ്റെ പഴയകാല ജീവിതം ഇങ്ങനെയല്ലേ എന്നിങ്ങനെ ഇന്നലകളിലെ കുറേ ഓർമ്മകളും അസ്വസ്ഥതകളും എന്നെ പുറകോട്ട് വലിക്കുന്നു. അച്ഛാ ഞാൻ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകളും കുറവുകളും നമ്മളെ വളരാൻ ഒരിക്കലും അനുവദിക്കില്ല. അതെപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കും. അത് സത്യമായ കാര്യമാണ്. വിവാഹ ജീവിതത്തിലെ ചില പാളിച്ചകളൊക്കെ കൗൺസിലിംഗ് അവസരത്തിൽ പറഞ്ഞ് ഒരുവിധം ശരിയാക്കി ഭാര്യയും ഭർത്താവും. അപ്പോൾ ഭർത്താവ് പോകുന്നതിന് മുമ്പ് എന്നോട് വ്യക്തിപരമായിട്ട് കണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? അച്ഛാ ഞങ്ങൾ പങ്കുവച്ച വിശേഷങ്ങളൊക്കെ അച്ഛന് മനസ്സിലായല്ലോ. ഒത്തിരി കുറവുകളുള്ള ഒരാളാണ് ഞാൻ. അച്ഛാ എനിക്കൊരു നല്ല ഭർത്താവായി നല്ല കുട്ടികളുടെ അപ്പനായി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് അച്ഛാ. എൻ്റെ ബലഹീനത അത്രയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മേഖലയെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവ് വളരെ അത്യന്താപേക്ഷിതമാണ്. തികഞ്ഞവർ ആരുമില്ല. ഒത്തിരി കുറവുകളുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഈ ബലഹീനത, ഈ കുറവിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ആയിരിക്കുന്ന കുറവിനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ കുറവ് നമ്മളെ ഭാരപ്പെടുത്തും, നമ്മളെ കീഴ്പ്പെടുത്തും. ചിലപ്പോഴൊക്കെ ചിലർ പറയാറുള്ള ഒരു ഒഴിവഴിവ് അങ്ങനെ തന്നെയാണ്. മലയാളത്തിലൊക്കെ ഒരു പഴമൊഴിയുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ. ഞാനിങ്ങനെയാണ്, പണ്ട് മുതൽ ഇങ്ങനെയാണ്, എൻ്റെ വീട് ഇങ്ങനെയാണ്, എൻ്റെ കൂട്ടുകാരിങ്ങനെയാണ്, എനിക്കിങ്ങനെയൊക്കെയാണ്, ഞാൻ പണ്ടേ ദുർബലനാണ് എന്നിങ്ങനെ നമ്മുടെ കുറവുകളെ ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നൊരു കാര്യം, നിൻ്റെ കുറവിൻ്റെ സമയം നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ട സമയമാണ്. ആകുലപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണോ എങ്കിൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. സെൻറ്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6. വചനം ഇങ്ങനെയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കും തോറും, നമ്മുടെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കും തോറും എന്ത് സംഭവിക്കും? നമ്മുടെ തലയ്ക്കകത്ത് പിശാച് വന്നിരുന്ന് നമ്മുടെ കഴിവില്ലായ്മയും നമ്മുടെ ബലഹീനതകളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചിന്തിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വളരുന്നില്ല, നമ്മൾ പുറകോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ആകുലപ്പെടുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. എന്താണ് ആകുലത? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്താണ് ആകുലത? ആകുലപ്പെടുന്നവരല്ലേ നമ്മളിൽ അനേകം പേര്. നാളെ എന്താകും, മറ്റന്നാൾ എന്താകും, അടുത്ത മാസം എന്താകും, എന്തെല്ലാം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ആകുലത അല്ലേ? എന്താണ് ഈ ആകുലത? ദൈവത്തിലുള്ള ആശ്രയമില്ലായ്മയാണ് ആകുലത.
ദൈവത്തിലുള്ള ആശ്രയമില്ലായ്മ, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ നയിക്കുന്നു എന്നുള്ള വലിയൊരു അവബോധത്തിലേക്ക് എത്തുമ്പോൾ ഈ ആകുലത സാവധാനം സാവധാനം കുറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനത്തിൽ കൃത്യമായി മത്തായി സുവിശേഷകൻ നമ്മളോടൊരു കാര്യം പഠിപ്പിക്കും. വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. ഈശോ പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആകുലപ്പെടുന്നത് കൊണ്ട് ഒന്നും നേടുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ ഈശോ പഠിപ്പിക്കുകയാണ്. എന്താണ്? വസ്ത്രത്തെപ്പറ്റി എന്തിന് നിങ്ങൾ ആകുലപ്പെടുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു നോക്കുക. അവ ആകുലപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആകുലതയാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആകുലതയാണ്. അപ്പോൾ ആകുലത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിലുള്ള ആശ്രയത്വം കുറയുമ്പോഴാണ് ആകുലത വർദ്ധിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവം നമ്മളെ നയിക്കുന്നുവെന്നുള്ള അവബോധത്തിലേക്ക് വളർന്നാൽ ഈ ആകുലത നമ്മുടെ ജീവിതത്തിൽ കുറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈ 6-ാം അധ്യായത്തിൽ 31-ാം തിരുവചനം ഇങ്ങനെയാണ്: അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകരുത്. ഈ പറഞ്ഞ 3 കാര്യങ്ങളുമാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആകുലതയുടെ കാരണങ്ങൾ, അല്ലേ? എന്തൊക്കെയാണ്? എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും. ഇത് നമ്മളെ ആകുലപ്പെടുന്ന വിഷയമാണ്. ഈശോ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. 34-ാം തിരുവചനം, അതായത് നമ്മളോട് പറയുകയാണ്: അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ആകുലപ്പെടുന്നത് കൊണ്ട് നമ്മൾ എന്ത് സമ്പാദിക്കുന്നു? നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നു ആകുലപ്പെടുന്നത് കൊണ്ട്? എന്താ സമ്പാദിക്കണമെന്നറിയോ? ഉറക്കം നഷ്ടപ്പെട്ടു പോവും, അല്ലേ? പലരുടെ ഉറക്കം നഷ്ടപ്പെട്ടല്ലോ. എപ്പോഴാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്? നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലേ? അടുത്ത മാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ ഉത്കണ്ഠ കയറി ഉറക്കം നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിന് 2 മക്കളാണ്. ഈ മക്കളുടെ വളർച്ചയെക്കുറിച്ച് ഓർത്തിട്ട് ഇദ്ദേഹം പറയാ, അതിന് മാത്രമൊന്നും പ്രായമായിട്ടില്ല, 6-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇവരെക്കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ: അച്ഛാ, ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണാവോ എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരുന്നത്? അവരെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഉത്കണ്ഠയാണ്, ആകുലതയാണ്, എനിക്ക് ഉറക്കം പോലും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ്ലീഹ കൃത്യമായി നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, ചാപ്റ്റർ 5 വേഴ്സ് 6: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാനിങ്ങനെയാണല്ലോ, എനിക്ക് ഇന്ന കുറവുകളുണ്ടല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും തോറും ദുഃഖം നമ്മളെ പീഡിപ്പിക്കും. വചനം പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. എവിടെ നിൽക്കണം? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മുഴുവൻ ആശ്രയിച്ച് നിൽക്കണം. നമ്മൾ ബലഹീനരാണ്. നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ പരാജയം മാത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കും തോറും നമ്മുടെ ഉള്ളിൽ കഴിവില്ലായ്മ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള നെഗറ്റീവ് ചിന്ത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക: അച്ഛാ, ഞാൻ എല്ലാ പ്രമാണവും തെറ്റിച്ചു, ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, ഞാൻ ഒത്തിരി പാപിയാണ്. എന്നിട്ട് ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞത്: അച്ഛാ, ഞാനെന്താ ഇങ്ങനെ? ഞാനെന്താ അച്ഛാ ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ,
ഇത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചിലരുടെ ഉള്ളിലുണ്ടാവും. ഞാനെന്താ ഇങ്ങനെ? അതായത് ആ ചെറുപ്പക്കാരനോട് കൃത്യമായിട്ട് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ നിന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ, നിൻ്റെ കഴിവിനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറവും നീ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്താ വേണ്ടത്? ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യൻ്റേതായ സാധാരണ കഴിവുകളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിൽക്കാതെ ദൈവം നൽകിയിരിക്കുന്ന അനന്തമായ കൃപയിൽ ആശ്രയിച്ചാൽ ഈ ബലഹീനതകളെ നമുക്കെല്ലാവർക്കും സാവധാനം അതിജീവിക്കാൻ സാധിക്കും. നമ്മളെക്കുറിച്ച് ഓർക്കും തോറും നമ്മുടെ ഉള്ളിൽ അനന്തമായ ദുഃഖം മാത്രമേ നമ്മളെ പീഡിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായി വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മളെ കൃത്യമായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 9. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. വചനം ഇങ്ങനെയാണ്: ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്തിനെക്കുറിച്ചാണ് പറയണമെന്നറിയോ? ജീവിതത്തിലുണ്ടായ കുറവുകളെക്കുറിച്ച്, പരാജയങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുക. ഇതൊക്കെ എന്തിനാ ഉണ്ടായേ? എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ബലഹീനതയുള്ളത്? ഇതൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു കുറവും ഇല്ലാത്ത ആളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? അഹങ്കരിച്ച് നമ്മുടെ അവസ്ഥ എന്താവും? ഓരോ കുറവുകളും ഓരോ ബലഹീനതകളും അല്ലേ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? നമ്മൾ ഇത്രയേ ഉള്ളൂ, അഹങ്കരിക്കാൻ ഒന്നുമില്ല, നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് മുട്ടുകുത്തി കൈകൾ കൂപ്പി ഒരു വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? നമ്മൾ ഇത്രയേ ഉള്ളൂ. എളിമപ്പെട്ട്, ദൈവമേ ഞാനൊരു പാപിയാണ്, ഈ ഒരു ചിന്തയോടുകൂടെ ദൈവസന്നിധിയിൽ ഇനി നിൻ്റെ കൃപ മാത്രമേ എൻ്റെ ആശ്രയമുള്ളൂ, നീ എന്നെ രക്ഷിച്ചെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ ഇത് പഠിച്ചില്ലേ? ഒരു മനുഷ്യനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, സയൻസിനെ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനന്തമായ ബലം. ഇത് ആശ്രയിക്കും തോറും നമുക്ക് എന്ത് കിട്ടും? മുമ്പോട്ട് ജീവിക്കാനുള്ള ശക്തി ലഭിക്കും. മുമ്പോട്ട് ജീവിക്കാനുള്ള ശക്തി. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് വായിച്ച് ധ്യാനിക്കാവുന്ന മനോഹരമായൊരു സംഭവം 27-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 27. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അകത്ത് വായിച്ചു പോകുമ്പോൾ റോമയിലേക്കുള്ള കപ്പൽ യാത്രയാണ്. ഈ യാത്രയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റും കപ്പൽ നാശവും സംഭവിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വിശുദ്ധ പൗലോസ്ലീഹ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണെന്നറിയോ? 27-ാം അധ്യായം 25-ാം തിരുവചനം: അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ്ലീഹ പറയുക, ദൈവജനത്തോട് പറയുക, നിങ്ങൾ അസ്വസ്ഥപ്പെടല്ലേ, ശക്തി കുറഞ്ഞു പോകല്ലേ, നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. വീണ്ടും 27-ാം അധ്യായം അതിൻ്റെ 33-ാം വചനത്തിൽ ഇങ്ങനെയാണ്: പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ഉത്കണ്ഠാകുലരായി ഒന്നും ഭക്ഷിക്കാതെ കഴിയാൻ തുടങ്ങിയിട്ട് 14 ദിവസമായല്ലോ. ഇങ്ങനെ ഉത്കണ്ഠപ്പെടണ്ട. പീഡകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പക്ഷേ ഉത്കണ്ഠപ്പെടണ്ട. നേരത്തെ പറഞ്ഞ വചനം ഓർത്താൽ മതി. 25-ാം വചനം ഏതാണ്? എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ബോധ്യം. ഇത്രയും നാൾ എന്നെ നിലനിർത്തിയ ദൈവം ഇനിയും എന്നെ നിലനിർത്തുമെന്ന് ഇതാ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ്
നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറവുകളെ ഓർത്തുകൊണ്ട്, പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട്, ബലഹീനതകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് ജീവിതം നയിക്കല്ലേ. അതിന് സമയമുള്ളൂ. പിശാച് ശക്തനാണ്, അറിയാമല്ലോ. പിശാച് വെറുതെ ഇരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധഭൂമിയിലാണ്. അപ്പോൾ പിശാചിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഈ വലിയൊരു ധൈര്യം വേണം, പ്രത്യാശ വേണം. ഇക്കാലം അത്രയും എന്നെ നയിച്ച ദൈവം ഒരു കാരണവശാലും എന്നെ ഉപേക്ഷിക്കില്ല. അതാ പൗലോസ്ലീഹ പഠിപ്പിച്ചത്. കപ്പൽ നാശം, കൊടുങ്കാറ്റ്, ഇതിൻ്റെയൊക്കെ നടുവിൽ പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ കുറവുണ്ടല്ലോ, ഈ കുറവിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഞാൻ ഒരിക്കലും നശിച്ചു പോകില്ല. കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നിൻ്റെ കുറവ്, നിൻ്റെ ബലഹീനത, ഒരു പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഇതാ ദൈവം കടന്നു വരുന്നു. ദൈവം ദൂരത്തല്ല, ദൈവ സാന്നിധ്യം ദാ കടന്നു വരുന്നു. ശിഷ്യന്മാർ പാവങ്ങൾ, ദാ നമുക്കറിയാമല്ലോ, അവർ കൊടുങ്കാറ്റിൽ പെട്ടിട്ട് വഞ്ചിയിൽ നടുക്കടലിൽ കിടക്കുക. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ആരവരുടെ പക്കലേക്ക് വന്നു? യേശു അവരുടെ പക്കലേക്ക് വന്നു. അല്ലാതെ വഞ്ചിയിലിരിക്കുന്ന ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ പക്കലേക്ക് പോയെന്നല്ല, മറിച്ച് യേശു അവരുടെ പക്കലേക്ക് വന്നു. കാനായിലെ വിവാഹ വിരുന്ന്, ആ വീട്ടിൽ മുഴുവൻ കുഴപ്പങ്ങളാണ്, അല്ലേ, പ്രശ്നത്തിലാണ്. ദാ അവരുടെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് യേശു കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതയിലും കുറവിലും പ്രശ്നത്തിലും കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുന്നു. യേശു എന്തിനാ വരുന്നത്? യേശു വരുന്നത് നമ്മളെ രക്ഷിക്കാനാണ്. ഒരത്ഭുതം നമ്മുടെ കുറവുകളുണ്ടോ അതിനോട് ചേർന്നുണ്ടാവും. കാനായിലെ വിവാഹ വിരുന്നിലെ കുറവ് ഒരത്ഭുതമായിട്ട് മാറിയെങ്കിൽ, രോഗങ്ങളും പീഡകളും അനുഭവിച്ച ജീവിത വഴികളിൽ ഇതാ യേശുവിൻ്റെ സാന്നിധ്യം ഒരത്ഭുതമായിട്ട് മാറിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ഈ വചനം പങ്കെടുക്കുന്നുണ്ടല്ലോ. നിൻ്റെ ജീവിതാവസ്ഥ അതെന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സങ്കടമായിരിക്കും. ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്തൊക്കെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. യേശു നിന്നോട് പറയുന്ന കാര്യം, നിൻ്റെ കുറവിൽ, നിൻ്റെ ബലഹീനതയിൽ, നിൻ്റെ പ്രശ്നത്തിൽ നീ ഒറ്റയ്ക്കല്ല. വിശുദ്ധ പൗലോസ്ലീഹായോട് വചനം പഠിപ്പിച്ചത് എന്താണ്? നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് ഉള്ളിൽ പറയണം. എന്താ പറയേണ്ടത്? ദൈവമേ, നിൻ്റെ കൃപ മാത്രം മതി. ആ കൃപയിലാണ് നമ്മുടെ ബലം. നമ്മൾ വേറെ എല്ലാം സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്ത് കാര്യം? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം തീർന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവകൃപ, അതിൽ മാത്രം ആശ്രയിക്കുക. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കും തോറും നമ്മൾ ഭാരപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു കന്യാസ്ത്രീയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇനി എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുമെന്നറിഞ്ഞുകൂടാ. ഈ സിസ്റ്റർ സന്തോഷത്തോടുകൂടെ സന്യാസ ജീവിതം നയിക്കുന്നു. എങ്ങനെയെന്നറിയോ? എല്ലാ ദിവസവും കുറേ സമയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച ഒരു സെമിനാരിക്കാരൻ ജീവിതത്തിൽ എങ്ങനെ ഒരു പുരോഹിതനാകും? ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാകും? കാരണം എൻ്റെ കുറവുകൾ, എൻ്റെ കുടുംബം, ആ സഹോദരൻ ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിച്ച വചനം ആ വ്യക്തി ഉരുവിടാൻ തുടങ്ങി. എങ്ങനെയാണ്? എനിക്ക് ഈ ദൈവമേ, നിൻ്റെ കൃപ മാത്രം മതി. നിൻ്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എൻ്റെ കുടുംബ പാരമ്പര്യത്തിലല്ല, ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് ദൈവമേ, നിൻ്റെ കൃപയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താവും. കുറേ വീഴ്ചകൾ സംഭവിച്ചതാണ്. ആ ഭർത്താവ് പറഞ്ഞത്, എനിക്കൊരു നല്ലൊരു ഭർത്താവാകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ, കാരണം എനിക്ക് കുറേ വീഴ്ചകൾ സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് നല്ലൊരു ഭർത്താവ്, കുട്ടികളുടെ അപ്പനായി സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, അതിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക.
ഓരോ കുറവും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വഴിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഈ സന്ദേശം നമുക്ക് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമുക്ക് ആത്മീയമായി വളർത്താം. അതിനുള്ള കൃപ സമർത്ഥമായിട്ട് ദൈവം ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.